നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. $110 മില്യൺ വിലയുള്ളതും ഏറ്റവും നൂതനവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നതുമായ F-35B ലൈറ്റ്നിംഗ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ജൂൺ 14 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി. ചെറിയ ടേക്ക് ഓഫ് ലംബ ലാൻഡിംഗ് കഴിവുകളുള്ള ഒരേയൊരു 5ാം തലമുറ യുദ്ധവിമാനമാണ് F-35B. അതിനാൽ ചെറിയ ഡെക്കുകൾ, കഠിനമായ താവളങ്ങൾ, കൽപ്പലുകൾ എന്നിവയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇത് അനുയോജ്യമാണ്. റോയൽ നേവിയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്കർ ഗ്രൂപ്പിന്റെ ഭാഗമായ വിമാനത്തിന് അതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് റിപ്പോർട്ട്. റോയൽ നേവിയിൽ നിന്നുള്ള ഒരു സംഘം വിദഗ്ധർ വിമാനം പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിലെ ഒരു മെയിന്റനൻസ് സംഘം വിമാനം പരിശോധിച്ചെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ പറഞ്ഞു. വിമാനത്തിന്റെ ശരിയാക്കലിനും തുടർന്നുള്ള തിരിച്ചുവരവിനും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ വ്യോമസേന കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിന് പുറത്ത് പതിവായി പറക്കുകയായിരുന്നു വിമാനം. തിരുവനന്തപുരത്തെ അടിയന്തര വീണ്ടെടുക്കൽ വിമാനത്താവളമായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. HMS പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ നാവികസേനയുമായി ചേർന്ന് സൈനിക അഭ്യാസവും നടത്തിയിരുന്നു. ബ്രിട്ടീഷ് സർവീസിൽ മിന്നൽ എന്നറിയപ്പെടുന്ന F-35 മോഡൽ ഷോർട്ട് ഫീൽഡ് ബേസുകളിൽ നിന്ന് വ്യോമശേഷിയുള്ള കപ്പലുകളിൽ നിന്നും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള യുദ്ധവിമാനത്തിന്റെ ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് STOVL വകഭേദമാണ്. യുദ്ധവിമാനം തിരുവനന്തപുരത്തെ ആഭ്യന്തര വിമാനത്താവളത്തിലെ 4ാം നമ്പർ ബേയിലാണ്. വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിൽ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് സൗകര്യം ഒരുക്കാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചെങ്കിലും ബ്രിട്ടീഷ് നേവി അത് നിരസിച്ചു. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ഇതുവരെ മറ്റൊരു രാജ്യത്തിനും കൈമാറിയിട്ടില്ല. സാങ്കേതിക വിദ്യകൾ ചോരുമെന്ന് ഭയന്നാണ് ഹാങ്ങറിലേക്ക് മാറാൻ തയ്യാറാകാത്തതെന്നാണ് അറിയുന്നത്. ഹാങ്ങർ യൂണിറ്റിൽ കയറ്റേണ്ട സാഹചര്യം വന്നാൽ അമേരിക്കൻ വിമാനത്തെ കയറ്റാൻ പറ്റുന്ന തരത്തിലെ ചരക്കു വിമാനം കൊണ്ടുവന്ന് അതിൽ കയറ്റി കൊണ്ടുപോകും. എങ്കിലും ഹാങ്ങർ യൂണിറ്റിൽ കയറ്റില്ല എന്നും വാർത്തകളുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ അമേരിക്ക ഇന്ത്യക്ക് F-35 വാഗ്ദാനം ചെയ്തിരുന്നു. 8100 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനും മണിക്കൂറിൽ 1200 മൈൽ വേഗത്തിൽ പറക്കാനും 50,000 അടി ഉയരത്തിൽ എത്താനും കഴിയുന്ന വിമാനമാണിതെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. റഡാറിന് അത് അദൃശ്യമാണെന്നും പറയപ്പെട്ടു. എന്നിരുന്നാലും തിരുവനന്തപുരത്തെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ അത് എളുപ്പത്തിൽ പിടിച്ചെടുത്തു. ഉയർന്ന നിർമ്മാണ ചെലവ്, മോശം പ്രകടനം, വലിയ പറക്കൽ ചെലവുകൾ എന്നിവയാൽ F-35 ഒരു കുഴപ്പമാണെന്ന് SpaceX CEO എലോൺ മസ്ക് ഒരിക്കൽ പരിഹസിച്ചിരുന്നു. അക്കാലത്ത് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നെങ്കിലും ഇന്ന് കേരളത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരിക്കുന്ന F-35ന്റെ കാഴ്ച മസ്കിന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനിടെ ഈ പറയുന്നതൊന്നുമല്ല കാരണങ്ങൾ പെട്ടുപോയതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. 5ാം തലമുറയിലെ ഏറ്റവും മാരകവും ഏറ്റവും വികസിതവും ലോകത്തിലെ ഗെയിം ചേഞ്ചറും എന്ന് അമേരിക്ക വിശേഷിപ്പിച്ചിരുന്ന യുദ്ധവിമാനം ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിസ്സഹായനായി നിൽക്കുന്നു. അത് പിടികൂടി ലോക്ക് ചെയ്തത് എന്നാണ് സുരേഷ് കുമാർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റ് പറയുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: അഹങ്കാരം തകർന്നു, സാങ്കേതിക വിദ്യ നിസ്സഹായമായി, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനു മുന്നിൽ പാശ്ചാത്യ അഭിമാനം പരാജയപ്പെട്ടു. റോയൽ നേവിയുടെ അമേരിക്കയിൽ നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് F-35B കഴിഞ്ഞ 7 ദിവസമായി ഇന്ത്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതും ഒരു സ്വാഗത ചടങ്ങിനും വേണ്ടിയല്ല, മറിച്ച് അതിന്റെ നിർബന്ധം കാരണം. ആദ്യം നൽകിയ ഒഴിവ് കഴിവ് ഇന്ധനം തീർന്നു എന്നായിരുന്നു. പിന്നീട് സ്വരം മാറ്റി. ഹൈഡ്രോളിക് സിസ്റ്റം പരാജയപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കൻ സൈനിക സമുച്ചയത്തിന്റെയും അതിന്റെ സാങ്കേതിക മികവിന്റെയും അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തി. യഥാർത്ഥ കാരണം എന്താണ്? ഇന്ത്യൻ വ്യോമ പ്രതിരോധ റഡാർ F-35B ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് കണ്ട ഉടനെ അത് ട്രാക്ക് ചെയ്ത് ലോക്ക് ചെയ്തു. ഇപ്പോൾ ഈ ലോക്ക് വളരെ കൃത്യവും തെറ്റുപറ്റാത്തതുമാണ്. പൈലറ്റിനോ അമേരിക്കൻ എഞ്ചിനീയർമാർക്കോ സിസ്റ്റം മറികടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അമേരിക്കൻ എഞ്ചിനീയർമാർക്കോ അത് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല. 7 ദിവസമായി അമേരിക്കൻ ബ്രിട്ടീഷ് സാങ്കേതിക സംഘങ്ങൾ ചായ കുടിച്ചും കോഡുകൾ ടൈപ്പ് ചെയ്തും വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ F-35B പറന്നുയരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. 5ാം തലമുറയിലെ ഏറ്റവും മാരകവും ഏറ്റവും വികസിതവും ലോകത്തിലെ ഗെയിം ചേഞ്ചറും എന്ന് അമേരിക്ക വിശേഷിപ്പിച്ചിരുന്ന യുദ്ധവിമാനം ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിസ്സഹായനായി നിൽക്കുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യാത്ത ചില VIP-കളെ പോലെ. ഇന്ത്യ ഒരു ഇന്റർസെപ്റ്റർ മിസൈലും വിക്ഷേപിച്ചില്ല, ഇലക്ട്രോണിക് ജാമിംഗ് നടത്തിയില്ല. ഇന്ത്യൻ റഡാർ മാത്രമാണ് അത് പിടികൂടി ലോക്ക് ചെയ്തത്. അതിനുശേഷം അതിന് പറക്കാൻ കഴിയുന്നില്ല. F-35B വെറുമൊരു യുദ്ധവിമാനമല്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക വിശ്വാസ്യതയുടെ പ്രതീകമാണ്. ഇപ്പോൾ ആ ചിഹ്നം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിഷ്ഫലമായി നിൽക്കുന്നു. ഇന്ത്യ ഇനി ഒരു വികസ്വര നിസ്സഹായ രാഷ്ട്രമല്ല, മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ ഒരു ലോക സൂപ്പർ പവറായി മാറുന്നതിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. വന്ദേ മാതരം. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.